കൂടെ നിന്ന് ചതിക്കുന്ന ഒരു നയമാണ് അമേരിക്ക എപ്പോഴും സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഉക്രൈനോട് ഇത്തരത്തിലുള്ള നിലപാടാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഇനി എന്തായിത്തീരും? ഇതിൽ ഉക്രൈനിന് വലിയ എന്താ പറയുക തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ട്രംപ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ വന്നാൽ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും, എനിക്ക് യുദ്ധങ്ങൾക്ക് താല്പര്യമില്ല, ഞാൻ വ്യാപാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അമേരിക്കയെ വീണ്ടും ഒന്നാമതെത്തിക്കുക, അമേരിക്ക സുസ്ഥിരമാക്കുക. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാം. അമേരിക്ക വലിയ തോതിൽ പണം കടം വാങ്ങുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പണം കടം വാങ്ങുന്നുണ്ട്. ഇപ്പം സൗദിയിൽ നിന്നാകട്ടെ ഖത്തറിൽ നിന്നാകട്ടെ അമേരിക്കയ്ക്ക് വലിയ തോതിൽ പണം കടം വാങ്ങേണ്ടി വന്നിരിക്കുന്നു. അത് എണ്ണയുടെ ബിസിനസ്സുമൊക്കെയായി ബന്ധപ്പെട്ട് അമേരിക്ക വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം അമേരിക്കയുടെ ഈ എയ്ഡുകളാണ്. പല രാജ്യങ്ങൾക്കും അമേരിക്ക നൽകുന്ന എയ്ഡുകൾ, അതുപോലെ അമേരിക്കയിൽ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, ഇതൊക്കെ വലിയ തോതിൽ അമേരിക്കയെ സാമ്പത്തികമായി പിന്നോട്ടടിക്കുന്നു. അപ്പോൾ ഈ ട്രംപ് വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്തത് US എയ്ഡ് വെട്ടിക്കുറച്ചു. അത് UN-ലടക്കം പല രാജ്യങ്ങൾക്കും, നമുക്കറിയാം, നമ്മുടെ തൊട്ട അടുത്ത ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ രീതിയിൽ അമേരിക്ക ഫണ്ട് ചെയ്തിരുന്നു, പ്രത്യേകിച്ചും ബൈഡൻ ഭരണകാലത്ത്. അതിൻ്റെ ഫലമാണ് അവിടെ ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയായതും അവർ രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് ഒളിച്ചോടേണ്ടി വന്നതും ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ട്രംപ് വന്നപ്പോൾ തന്നെ ട്രംപ് ആദ്യം ചെയ്തത് ഈ സഹായങ്ങളൊക്കെ അങ്ങ് വെട്ടിക്കുറച്ചു. എല്ലാവർക്കുമുള്ള സഹായങ്ങൾ വെട്ടിക്കുറച്ചു. അതുപോലെ തന്നെ ഈ റഷ്യ ഉക്രൈൻ, ബംഗ്ലാദേശിന് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം, അവിടെ സെലൻസ്കിയെ, ഉക്രൈൻ്റെ പ്രസിഡൻ്റായ സെലൻസ്കിയെ അമേരിക്കയിലേക്ക് വിളിപ്പിച്ചു. അവിടെ ഒരു ഉച്ചകോടി, അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഡൊണാൾഡ് ട്രംപും അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസും കൂടി ഈ സെലൻസ്കിയുമായിട്ടൊരു ചർച്ച. ആ ചർച്ച വലിയ പരാജയമായിരുന്നു. അവിടെ ട്രംപും വാൻസും സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോണം, ഈ കിട്ടിയ സഹായങ്ങൾ, അതായത് ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് സെലൻസ്കിക്ക് വലിയ സഹായങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സെലൻസ്കിയെ കൊണ്ട് റഷ്യയുമായിട്ട് യുദ്ധം ആരംഭിപ്പിച്ചത്. ഈ സെലൻസ്കി ചൊറിഞ്ഞ് റഷ്യ കയറി അടിക്കാൻ തുടങ്ങി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അന്ന് ഈ ബൈഡൻ സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചനയും തന്ത്രപരമായ നീക്കങ്ങളും ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഉക്രൈനിൽ വലിയ രീതിയിൽ ധാതു സമ്പത്തുണ്ട്, അവിടെ മിനറൽ റിസോഴ്സസ് ഉണ്ട് അവിടെ. അപ്പോൾ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. പ്രത്യേകിച്ചും ചെമ്പ്, ഉരുക്ക് തുടങ്ങിയ സാധനങ്ങൾ അവിടെ നിന്ന് കടത്തണം അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ താല്പര്യം അതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സെലൻസ്കിയെ മൂപ്പിച്ചതും യുദ്ധത്തിന് ഇറക്കിയതും. ട്രംപ് വന്നപ്പോൾ ട്രംപ് ഒറ്റയടിക്ക് ഈ സെലൻസ്കിക്ക് കൊടുത്തിരുന്ന സഹായങ്ങളൊക്കെ അങ്ങ് പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഇങ്ങോട്ട് തരാനുള്ളതൊക്കെ പെട്ടെന്ന് തന്നോണം എന്ന് പറഞ്ഞ് വിരട്ടി. അങ്ങനെയൊക്കെ അത് ആ ഉച്ചകോടി ഒരു പരാജയമായിട്ട് സെലൻസ്കി പിണങ്ങിപ്പോയി. ട്രംപ് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മയപ്പെട്ട് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നു. സെലൻസ്കിയുമായിട്ട് വീണ്ടും ചർച്ചയൊക്കെ നടത്തി റഷ്യക്കെതിരായ ചില നിലപാടുകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോഴിതാ നമുക്ക് കേൾക്കുന്നത്, പുറത്തു വരുന്ന വാർത്ത, ഈ ഉക്രൈനിനുള്ള മുഴുവൻ എയ്ഡും സഹായവും അമേരിക്ക നിർത്തി എന്നാണ്. അതായത് ഈ അമേരിക്കൻ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് ഈ തീരുമാനം എന്ന് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി ആണ് ഔദ്യോഗികമായി അറിയിച്ചത്. അപ്പോൾ ട്രംപ് സെലൻസ്കിക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഈ യുദ്ധത്തിൽ സെലൻസ്കിയുടെ ഒപ്പം ഉറച്ചു നിൽക്കുന്നു, റഷ്യക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കാം, റഷ്യയ്ക്ക് ഉപരോധം, ആൾറെഡി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കടുപ്പിക്കാം, കൂടുതൽ സെലൻസ്കിക്ക് അനുകൂലമായ, ഉക്രൈന് അനുകൂലമായ നിരവധി വാഗ്ദാനങ്ങൾ ട്രംപ് നൽകിയിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഒറ്റയടിക്ക് പിൻവലിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ സെലൻസ്കിക്ക് ഈ ഇരുട്ടടി കിട്ടിയതുപോലെയായി. എന്തു ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥയാണ്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ റഷ്യയാകട്ടെ ആക്രമണങ്ങൾ കടുപ്പിച്ചു. ഇപ്പോൾ റഷ്യ മാത്രമല്ല, ഉത്തര കൊറിയയും റഷ്യയ്ക്ക് സഹായത്തിന് വന്നിരിക്കുകയാണ്. ഉത്തര കൊറിയ 30,000 ഭടന്മാരെയാണ് റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ 11,000 ഭടന്മാരെ അയച്ചു. അതിലേതാണ്ട് 4,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് കിട്ടുന്ന വിവരം.
ഇപ്പോൾ അതുകൊണ്ട് 30,000 പേരെ ഉത്തര കൊറിയയിൽ നിന്നുള്ള പടയാളികളെ റഷ്യയിലേക്ക് കൊടുക്കുകയാണ്, ഭടന്മാരെ കൊടുക്കുകയാണ് ഈ സെലൻസ്കിയെ പിടിച്ചു കെട്ടാനും ഉക്രൈൻ കീഴടക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ സെലൻസ്കി വാസ്തവം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഇരിക്കുകയാണ്. സമയത്ത് യൂറോപ്യൻ യൂണിയൻ്റെ സഹായം കിട്ടുന്നില്ല, നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുടെ സഹായം കിട്ടുന്നില്ല, അമേരിക്കയാകട്ടെ ഒറ്റയടിക്ക് പാലം വലിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഉക്രൈൻ്റെ ഭാവി എന്തായിത്തീരും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഉക്രൈൻ വലിയ നാശനഷ്ടങ്ങൾ ഉക്രൈന് സംഭവിച്ചിരിക്കുകയാണ് ആൾറെഡി. മാത്രമല്ല, ഒരു മാസം മുമ്പേ ഉക്രൈൻ റഷ്യയിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. 42 യുദ്ധവിമാനങ്ങൾ തകർത്തു റഷ്യയുടെ. അതോടൊപ്പം ഈ വ്ളാദിമിർ പുടിൻ്റെ വസതിക്ക് സമീപം ഒരു ഡ്രോൺ എത്തി. ഇതൊക്കെ റഷ്യയെ വല്ലാതെ ചൊടിപ്പിച്ചു. നമുക്കറിയാം, റഷ്യ ഇപ്പോഴും ഒരു വലിയ സൈനിക ശക്തി തന്നെയാണ്. ആണവായുധം കയ്യിലുള്ള, ന്യൂക്ലിയർ ബോംബ് കയ്യിലുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ. ആ റഷ്യയുടെ അടുത്ത് ഉക്രൈൻ എന്താ പറയേണ്ടത്, ഒന്ന് നിലവിളിക്കാനുള്ള ശക്തി പോലും ഉക്രൈൻ ഇല്ല റഷ്യയെ വെച്ച് നോക്കുമ്പോൾ. ഈ അമേരിക്കയുടെയും നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ പിന്തുണയോടെയാണ് സെലൻസ്കി ഉക്രൈൻ ഈ യുദ്ധത്തിന് ഇറങ്ങിയത്. പക്ഷേ സമയമായപ്പോൾ ആരുമില്ല, ഉക്രൈൻ ഒറ്റയ്ക്കേ ഉള്ളൂ. റഷ്യയ്ക്കാണെങ്കിൽ സഹായങ്ങൾ പല വഴിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക, വലിയ രീതിയിൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തി, യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തി. റഷ്യ അതിലൊന്നും ഭയന്നില്ല. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് റഷ്യ കരാറിലായി. റഷ്യയിൽ നിന്ന് ഏതാണ്ട് നമ്മൾ 30%, നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 30%, 33% നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അതും ഇന്ത്യൻ രൂപ കൊടുത്ത്. നമ്മൾ ഡോളറിൽ കച്ചവടം നടത്തുമ്പോഴാണ് നമുക്ക് നഷ്ടം വരുന്നത് കൂടുതൽ. നമ്മൾ വേണ്ട, ഇന്ത്യൻ രൂപ കൊടുത്താൽ മതി. ഇറാനിന് അങ്ങനെയാണ്, ഇന്ത്യൻ രൂപ കൊടുത്താണ് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ഇപ്പോൾ ദുബായിൽ പല അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇന്ത്യൻ രൂപയിലാണ് പിന്നെ ഈ വ്യാപാരം നടത്തുന്നത്, വിനിമയം നടത്തുന്നത്. അത് നമുക്ക് വലിയ മെച്ചമാണ്. അതും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റഷ്യ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം അതിനെ മറികടന്നു. റഷ്യയ്ക്ക് അവിടെ ഭയപ്പെടാനൊന്നുമില്ല. അതേസമയം സെലൻസ്കിയുടെ കാര്യം അങ്ങനെയല്ല. ഒരു ചെറിയ രാഷ്ട്രം. ഈ സെലൻസ്കി തന്നെ ഒരു മികച്ച ഭരണതന്ത്രജ്ഞനൊന്നുമല്ല, ഒരു ഹാസ്യ നടനാണ്. അദ്ദേഹം ജനപ്രീതി കൊണ്ട് അധികാരത്തിൽ കയറി. പക്ഷെ അധികാരത്തിൽ കയറിയ സെലൻസ്കി, ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അധികാരത്തിലേറിയ സെലൻസ്കി കാണിച്ചതൊക്കെ മണ്ടത്തരങ്ങളാണ്. റഷ്യ പോലൊരു അയൽ രാജ്യത്തിനോട് ഒരു കാരണവശാലും ഏറ്റുമുട്ടാൻ പോകരുത്. ഇതിപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിയാൻ വന്നതുപോലെയാണ്. ഇന്ത്യ ഒന്ന് ചെറുതായിട്ടൊന്ന് തല കുടഞ്ഞു, പാകിസ്ഥാൻ തെക്ക് വടക്ക് തെറിച്ചുപോയി എന്ന് പറയുന്നത് പോലെയാണ് ഈ സെലൻസ്കിയുടെയും യുക്രൈൻ്റെ അവസ്ഥ. റഷ്യയോട് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സൈനിക ബലം സെലൻസ്കിക്കോ ഉക്രൈനോ ഇല്ല. ഈ പറയുന്ന അമേരിക്കയുടെ വാക്കും കേട്ടുകൊണ്ട് ചാടി ഇറങ്ങി ഇപ്പോൾ ഏറ്റത് മുഴുവനും സെലൻസ്കിക്കും ഉക്രൈനുമാണ്. ഇപ്പോഴത്തെ ഈ പുതിയ സംവിധാനം അനുസരിച്ച് തന്നെ ഇവർക്ക് യുക്രൈന് റഷ്യയിൽ നിന്ന് വ്യാപകമായിട്ട് മിസൈലുകൾ വരുന്നുണ്ട്. ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് കൊടുത്തിരുന്നത്. ഈ പാട്രിയറ്റ് മിസൈലുകൾ പോലെയുള്ള സാധനങ്ങളാണ് കൊടുത്തിരുന്നത്. അതുപയോഗിച്ച് അവരുടെ മിസൈൽ വരുമ്പോൾ ഇവിടുന്ന് അടിക്കും, മറ്റേ മിസൈലിനെ തകർക്കും. അങ്ങനെയാണ് ഈ പാട്രിയറ്റൊക്കെ നമ്മൾ ഗൾഫ് യുദ്ധത്തിൽ അത് കണ്ടതാണ്, കുവൈറ്റ് ഇറാഖ് യുദ്ധത്തിൽ നമ്മളത് കണ്ടതാണ്. അത്തരം സാധനങ്ങൾ അതിനൊക്കെ 10-30 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ആ ടെക്നോളജിയാണ് ഇപ്പോഴും ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഉക്രൈൻ റഷ്യയാണെങ്കിൽ ഏറ്റവും നവീനമായ ആയുധങ്ങൾ, ആദ്യമൊക്കെ റഷ്യയുടെ പഴയ സാധനങ്ങളൊക്കെ അടിച്ച് തീർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഏറ്റവും പുതിയ സാധനങ്ങൾ വെച്ചാണ് പണി കൊടുക്കുന്നത്. ഉക്രൈനിന് ഒരു കാരണവശാൽ റഷ്യ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ സെലൻസ്കിക്കും ഉക്രൈനും ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഈ അമേരിക്ക അവരുടെ നവീനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും കൊടുക്കുന്നില്ല. അത് സെലൻസ്കിക്കാണെങ്കിൽ വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ റഷ്യയെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. സെലൻസ്കി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. അമേരിക്കയ്ക്ക് കേട്ട ഭാവം ഇല്ല. അതിന് പ്രധാന കാരണം അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്.